ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എവിടേക്കാണ് ഇപ്പോൾ ബാഗൊക്കെ കൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കേണ്ട. ഇതിനകത്ത് നമ്മൾ കുറച്ച് ബോട്ടിലുകളാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. റോഡ് സൈഡിൽ നിന്നെല്ലാം കിട്ടുന്ന ബോട്ടിലുകളെല്ലാം പെറുക്കി കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ബാഗിൽ നിറയെ ബോട്ടിലുകളാണ്. നമ്മൾ ആ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തതിൻ്റെ താഴെയൊക്കെ ബോട്ടിലുകളുണ്ട്. ബോട്ടിൽ പൊട്ടാതിരിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതിൽ നിന്നും ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൽ നമുക്കൊന്ന് പെയിന്റ് കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ റെഡ് കളർ പെയിന്റ് സ്പോഞ്ച് ഉപയോഗിച്ചാണ് കൊടുത്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൽ നമുക്കിതുപോലെ മുഴുവനായും സ്പോഞ്ച് വെച്ച് പെയിന്റ് കൊടുത്തെടുക്കണം. ഒരു കോട്ട് പെയിന്റ് നമ്മൾ ഈ ബോട്ടിലിൽ കൊടുത്തെടുക്കുന്നുള്ളൂ. പെയിന്റ് മുഴുവനായും കൊടുത്തെടുത്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ ഉണങ്ങി കിട്ടണം. ഇപ്പം നമ്മൾ പെയിന്റ് കൊടുത്തതെല്ലാം നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പേപ്പർ ഗ്ലാസ് ആണ്. നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ ഗ്ലാസിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ ഗ്ലാസിന്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി താഴെയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. പേപ്പർ ഗ്ലാസിന്റെ താഴെയുള്ള ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. രണ്ട് ഭാഗവും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള പേപ്പർ ഗ്ലാസ്സിൽ നിന്നും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് കുറച്ചെണ്ണം കട്ട് ചെയ്ത് വെക്കാം. നമ്മളിന്ന് പേപ്പർ ഗ്ലാസ് വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നമുക്ക് വാൾ ഡെക്കർ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ നമ്മളിവിടെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഈ മടക്കിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെയാണ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. 4 നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരെണ്ണത്തിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത 2 നമുക്ക് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. അത് രണ്ടും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് അതൊരു ഫ്ലവർ പോലെയാണ് കിട്ടിയിട്ടുള്ളത്. 2 നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലേക്ക് നമുക്കത് രണ്ടും ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ ഒരു ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലവറും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 ഫ്ലവറും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പേപ്പർ ഗ്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാഗം എടുക്കുകയാണ്. അതിൽ നിന്നും ചെറിയ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ഇതുപോലെ തണ്ടുകളായി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. നമ്മളിത് ഒട്ടിച്ചെടുത്തതുപോലെ തന്നെ ബോട്ടിലിന്റെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളതിൽ നമുക്ക് വൂളൻ ത്രെഡ് വെച്ച് ചെറിയൊരു സൂത്രം കൂടെ ചെയ്തെടുക്കാനുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പൂക്കളിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഫെവിക്കോളാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് അതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൂളൻ ത്രെഡ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ ഒരു ഫ്ലവറിനകത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ഫ്ലവറിൽ യെല്ലോ കളർ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിൽ നമ്മൾ പേപ്പർ സ്ട്രോ വെച്ച് 2 ക്രാഫ്റ്റ് ഐഡിയകൾ കാണിച്ചിട്ടുണ്ട്. ആ 2 ക്രാഫ്റ്റ് ഐഡിയകളും നമുക്ക് ബോട്ടിലും ചെയ്തെടുക്കാം. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 പൂക്കളിലും ഒട്ടിച്ചു കൊടുത്തു. സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ 2 പൂക്കളിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് ആ പൂക്കൾക്ക് ചുറ്റും അതിൻ്റെ പൊടിയൊക്കെ ആവും. അത് നമ്മൾ പെയിൻറ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ച് കളയണം. അതിന് ചുറ്റും ആവുന്ന ആ പൊടിയൊക്കെ കളഞ്ഞാലേ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ഫ്ലവറിന് ഒരു ഭംഗി കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഓരോ ഇതളിലും പല കളർ വൂളൻ ത്രെഡ് കട്ട് ചെയ്തത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബോട്ടിൽ ആർട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവറിൽ മുഴുവനായും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിന് ചുറ്റുമായിട്ടുള്ളതെല്ലാം ഈ ഒരു പെയിൻറ്റിംഗ് ബ്രഷ് വെച്ച് കളയുകയാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പശ അതിനിടയിലായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ എടുത്ത് കളയണം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ നെക്കിലായിട്ട് ഈ 2 വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതും നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പേപ്പർ ഗ്ലാസും വൂളൻ ത്രെഡും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ, ആരും മറന്നു പോകരുതേ. പേപ്പർ ഗ്ലാസും വൂളൻ ത്രെഡും വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.